ഹായ് എവരിബഡി. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണല്ലോ പറഞ്ഞത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയലിനെ കുറിച്ചാണ്. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഈ മേഖലയിൽ പ്രഗത്ഭരായ വ്യക്തികൾ പറഞ്ഞു തന്നിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണല്ലോ. എന്നിരുന്നാലും എൻ്റെ പ്രവൃത്തി പരിചയത്തിൻ്റെ പുറത്ത് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കാണുവാൻ ശ്രമിക്കുക. പ്രധാനമായും നമ്മൾ 3 തരം മെറ്റീരിയലാണല്ലോ സെലക്ട് ചെയ്യാറുള്ളത്. ഒന്ന് 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡ്, മറ്റൊന്ന് WPC, പിന്നെ മൾട്ടിവുഡ്. ഇന്നും നമുക്ക് ഇത്തരം മെറ്റീരിയൽ ഉപയോഗിച്ച് കിച്ചൺ ക്യാബിനറ്റ് ചെയ്യുന്ന കാര്യം തന്നെ സംസാരിക്കാം. നമ്മൾ WPCയോ അല്ലെങ്കിൽ മൾട്ടിവുഡോ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കഴിവതും ഏറ്റവും നല്ല ഡെൻസിറ്റി കൂടിയ ഷീറ്റ് തന്നെ, ബ്രാൻഡ് ഏതോ ആയിക്കോട്ടെ, ഏറ്റവും ഡെൻസിറ്റി കൂടിയ ഷീറ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. താൽക്കാലികമായുള്ള ഒരു ലാഭം നോക്കി ഡെൻസിറ്റി കുറഞ്ഞ ഷീറ്റ് സെലക്ട് ചെയ്യാതിരിക്കുക. അത് പിന്നീട് നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കിച്ചൺ ക്യാബിനറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം ഭാരമുള്ള വസ്തുക്കൾ വയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ ഷീറ്റാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് സ്ക്രൂ ഇളകി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മൾട്ടിവുഡ് ഉപയോഗിച്ച് നമ്മൾ കിച്ചൺ ക്യാബിനറ്റ് മറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇളകിപ്പോകില്ലേ എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ഡെൻസിറ്റി കൂടിയ ഷീറ്റ് വെച്ചാണ് ചെയ്യുന്നതെങ്കിലും ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. കൂടുതലും കണ്ടുവരുന്നത് ചെറിയ ഡ്രിൽ മെഷീൻ ഉപയോഗിച്ച് അതിൽ ടൈറ്റർ ബിറ്റ് ഫിറ്റ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യുന്ന ഒരു രീതി പൊതുവിൽ കണ്ടുവരാറുണ്ട്. ഇത് വളരെ മോശമായ ഒരു മെത്തേഡാണ്. കാരണം ഈ സമയത്ത് ഈ മെഷീൻ വളരെ സ്പീഡിൽ കറങ്ങുകയും സ്ക്രൂ അതിൻ്റെ പരമാവധി ടൈറ്റിലേക്ക് പോയി ആ സമയത്ത് തന്നെ ഈ ഷീറ്റുമായിട്ടുള്ള ഒരു ഗ്രിപ്പ് ചെറുതായിട്ട് ഒന്ന് വിട്ടു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കാലക്രമേണ യൂസ് ചെയ്യുമ്പോൾ ഇത്തരം സാധനങ്ങൾ, അതായത് ബാസ്ക്കറ്റ് ആയാലും മറ്റ് കാര്യങ്ങളായിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഹിഞ്ചസ് ആയിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഈ ഷീറ്റുമായിട്ടുള്ള ഒരു ഗ്രിപ്പ് വിട്ടിട്ട് ഇത് ഇളകി വരുന്ന ഒരു കാരണം ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ടൂൾസ്, ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈറ്റർ മെഷീൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതും ഷീറ്റിൻ്റെ ഡെൻസിറ്റിന് യോജിക്കുന്ന രീതിയിലുള്ള ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് അങ്ങനെ തന്നെയാണോ അവർ ചെയ്യുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഇങ്ങനെ ഫാബ്രിക്കേഷൻ ടൈമിൽ ചെയ്യുന്ന ഒരു തെറ്റുകൊണ്ടും പിന്നെ നമ്മൾ ഡെൻസിറ്റി കുറഞ്ഞ ഷീറ്റ്, അത് മൾട്ടിവുഡ് ആയാലും WPC ആയാലും തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വന്നു ചേരുന്നത്. പിന്നെ അടുത്തതായിട്ട് കൂടുതൽ ആൾക്കാരും പറഞ്ഞു കേൾക്കുന്നതാണ്, ഒരു സംശയമായിട്ട് ചോദിക്കുന്നതാണ്, മൾട്ടിവുഡിൽ നമുക്ക് മൈക്ക അല്ലെങ്കിൽ PVC ലാമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. മൾട്ടിവുഡിൽ PVC അല്ലെങ്കിൽ സൺമൈക്ക ലാമിനേറ്റ് ചെയ്താൽ അത് ഇളകിപ്പോകില്ലേ, ഡിലാമിനേറ്റ് ആയി പോകില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അങ്ങനെ ഇളകിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ഒരു പരിധിവരെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ആണ്. എന്നിരുന്നാലും അത് തീർത്തും ശരിയല്ല. കാരണം ഇത്തരം മെറ്റീരിയലിൽ, അതായത് വിശേഷം മൾട്ടിവുഡിൽ നമ്മൾ മൈക്ക ലാമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള ഒരു മെത്തേഡുണ്ട്. അത് യൂസ് ചെയ്ത് ആ മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മൈക്ക ഡിലാമിനേറ്റ് ആയി പോകാറില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഞാൻ കുറേ വർഷം മുന്നേ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട്, ഒരു പ്രഗത്ഭനായ വ്യക്തി, അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ്. അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയിൽ എല്ലാ മെറ്റീരിയലിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മൾട്ടിവുഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് ലാമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് തീർത്തും ശരിയല്ല. നമുക്ക് ഉറപ്പായും ഗ്യാരൻറ്റിയാണ് നമുക്ക് മൈക്ക ലാമിനേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ കറക്റ്റ് മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ. നമ്മൾ മറൈൻ പ്ലൈവുഡിൽ ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ എഡ്ജ് ബാൻഡിങ്ങും
ഒക്കെ ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. WPC അല്ലെങ്കിൽ മൾട്ടിവുഡിൽ നമ്മൾ കിച്ചൺ ക്യാബിനറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇതിൻ്റെ ഒരു സൈഡ് മാത്രം, അതായത് വിസിബിൾ ഏരിയ, ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന വിസിബിൾ ഏരിയ മാത്രം നമുക്ക് ലാമിനേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് നമുക്ക് കുറച്ച് സാമ്പത്തിക ലാഭം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് 100% വാട്ടർ പ്രൂഫാണ്, ടെർമൈറ്റ് പ്രൂഫാണ്, ഫംഗസ് ഫ്രീ ആണ്, അങ്ങനെയൊക്കെ ചില അഡ്വാൻറ്റേജും കൂടി ഉണ്ടല്ലോ. അടുത്തത് എനിക്ക് പറയാനുള്ളത്, മറൈൻ പ്ലൈവുഡിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. കുറേയധികം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്ലൈവുഡുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നിരുന്നാലും നമ്മൾ ഇത്തരം മെറ്റീരിയൽ വെച്ച് കിച്ചൺ ക്യാബിനറ്റും മറ്റും ചെയ്യുമ്പോൾ നമ്മളുടെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോകുന്ന വലിയ ഒരു അബദ്ധം ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ പറയാം. പ്ലൈവുഡിൽ നമ്മൾ രണ്ട് സൈഡും മൈക്ക അല്ലെങ്കിൽ PVC ലാമിനേറ്റ് ചെയ്യാറുണ്ട്. ലൈനർ ലാമിനേഷനും പിന്നെ പുറമെ നമ്മൾ സെലക്ട് ചെയ്യുന്ന മൈക്കയും ലാമിനേറ്റ് ചെയ്യാറുണ്ടല്ലോ. അതായത് ഇതുപോലെ ഇതൊരു പ്ലൈവുഡാണ്, കണ്ടില്ലേ? അതിൻ്റെ രണ്ട് സൈഡും, ഈ സൈഡ് ലൈനർ, ഈ സൈഡ് നമ്മൾ ഒരു വുഡ് ഗ്രെയിൻസ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ലിപ്പിംഗ്, അതായത് എഡ്ജ് ബാൻഡിങ് ചെയ്യാറുണ്ടല്ലോ. എല്ലാ സൈഡിലും വിസിബിൾ ഏരിയയിൽ നമ്മൾ എഡ്ജ് ബാൻഡിങ് ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ അവിടെ വിട്ടുപോകാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ, വിസിബിൾ ഏരിയ അല്ലാതെ വരുന്ന ഭാഗത്ത്, ഇതുപോലെയുള്ള കട്ടിംഗ് എഡ്ജ് വരുന്ന ഭാഗത്ത് നമ്മൾ ചിലപ്പോൾ ഫ്ലോറിനോട് ചേർന്ന് വരുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഭിത്തിയുടെ ചുവരിൻ്റെ ഭാഗത്തോ വരുന്ന, അതിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഭാഗത്ത് നമ്മൾ അധികം പേരും ലാമിനേഷൻ, അതായത് എഡ്ജ് ബാൻഡിങ് ചെയ്യാറില്ല. ഇത് വലിയ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം ഇത്തരം സ്ഥലങ്ങളിൽ ഫ്ലോറിലായാലും ചിലപ്പോൾ ചുവരിലായാലും ഈർപ്പം ഉണ്ടാകാറുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ അറിയാറില്ല, കിച്ചൺ സിങ്കിൽ നിന്ന് ചെറിയ രീതിയിൽ ലീക്ക് ഉണ്ടാവും, അത് ഫ്ലോറിലേക്ക് വീണ് ആ ഭാഗത്താകെ പടർന്നിട്ട് അവിടെ നിന്നും ഈ പ്ലൈവുഡിലേക്ക് ഈ ഈർപ്പം പിടിക്കാറുണ്ട്. എത്ര ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയി കഴിഞ്ഞാലും പ്ലൈവുഡ് എന്ന് പറയുന്നത് ഒരു വുഡിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണല്ലോ. നമ്മൾ 20-30 വർഷം ഗ്യാരൻറ്റി തരുന്ന പ്ലൈവുഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും കാലക്രമേണ കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും ഇതിൽ ഈ ഈർപ്പം പിടിച്ച് അവിടെ ചേർത്ത് വരാറുണ്ട്, ലെയറുകൾ വിട്ടുവരാറുണ്ട്, ചില സ്ഥലങ്ങളിൽ ചിതൽ കയറാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കാറ്? കമ്പനി ഓഫർ തരുന്ന ഒരു ഗ്യാരൻറ്റി ചിലപ്പോൾ നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. വെള്ളം കയറി നാശമാകുന്നതിന് ചിലപ്പോൾ കമ്പനി ഗ്യാരൻറ്റി നമുക്ക് തരാറില്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണെന്നുള്ള ന്യായമാണ് അവർ സ്വാഭാവികമായിട്ടും പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വലിയ ചിലവില്ലാതെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ ഭാഗത്തും നമുക്ക് ലിപ്പിംഗ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് എഡ്ജ് ബാൻഡ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. കണ്ടില്ലേ, ഇത് ഒരു പ്ലൈവുഡാണ്, രണ്ട് സൈഡിലും മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഡ്ജ് ബാൻഡിങ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഇതുപോലെ എഡ്ജ് ബാൻഡിങ് ചെയ്യേണ്ടതാണ്. എഡ്ജ് ബാൻഡ് ചെയ്ത് അതിനെ ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഈ വെള്ളം കയറി ഈർപ്പം പിടിച്ച് നാശമാകുന്ന ഈ ഒരു കാര്യം നമുക്കൊരു 95% വരെ ഒഴിവാക്കാൻ പറ്റും. കൂടാതെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഇത്തരം ക്യാബിനറ്റുകൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സൈഡിലും കഴിയുമെങ്കിൽ, വിശേഷിച്ച് ഞാൻ പറയുന്നത് ബാസ്ക്കറ്റ് യൂണിറ്റ് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലോർ വരുന്ന ഭാഗത്ത്, ഫ്ലോറിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ വാളിൻ്റെ രണ്ട് സൈഡിലും സിലിക്കോൺ കൂടി അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല സ്ഥലങ്ങളിലും ചുവരുമായിട്ട് ബന്ധം വരാതിരിക്കാൻ അവിടെ മൾട്ടിവുഡും മറ്റും ഉപയോഗിച്ച് കവർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ താഴെ ഫ്ലോർ ഭാഗത്ത് ലെഗ് കൊടുത്തോ അല്ലെങ്കിൽ ബുഷ് കൊടുത്തോ ചെയ്യാറുണ്ട്. അത് നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഇത്തരം വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.